ഹലോ ഗായ്സ്, അങ്ങനെ ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഐസ്ക്രീം കഴിക്കുന്നത് ഞാൻ വീട്ടിൽ ചെയ്തിരിക്കുന്ന ജോലിയുമാണ് ഇതിലൂടെ നോക്കാൻ പോകുന്നത്. അങ്ങനെ രാവിലെ തന്നെ ബേക്കറി ചെന്നിട്ട് ഏത് ഐസ്ക്രീം എടുക്കണം എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഈ സ്ട്രോബെറിയുടെ ഫ്ലേവർ കാണുന്നത്. അതിപ്പോൾ ഞാനങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കഴിക്കുന്നത് നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്കോബാറാണ്. അങ്ങനെ അതും കൂടെ ഞാനിപ്പോൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാണ് വീടിനടുത്തൂടെ ഒരു ഐസുകാരൻ വരുന്നത് കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഓറഞ്ചിൻ്റെ ഫ്ലേവറും അകത്ത് സേമിയയും നിറച്ചിരിക്കുന്ന ഒരു ഐസ്ക്രീം മേടിച്ച് ഞാൻ അങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ വിറക് വെട്ടി കയറുന്നത് കാണുന്നത്. അങ്ങനെ ഒരു കൈ സഹായിക്കാനായിട്ട് വന്നിട്ട് ഞാൻ വെട്ടിയ ഒറ്റ വെട്ടുപോലും പാഴാതെ എല്ലാം നിലത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. ഇതത്രയ്ക്ക് നിസ്സാരമായിട്ടുള്ളൊരു ജോലിയല്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാണ്. അവസാനം ഞാൻ ആ കമ്പ് കുറച്ചൊന്ന് മുറിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ തുണി അലക്കുന്നത് കണ്ടത്. അങ്ങനെ അമ്മയെ ഒന്ന് സഹായിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ തുണിയൊക്കെ മേടിച്ചിപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുവാണ്. ഐസ്ക്രീം ആണെന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് സംഭവം മനസ്സിലായത്. ഇതൊരു ജ്യൂസായിരുന്നു. ഏതായാലും മേടിച്ചു പോയില്ലേ, അതങ്ങ് കുടിച്ചു. ഇതിനിടയ്ക്ക് എനിക്ക് ഒരിടം വരെ പോവേണ്ടി വന്നു. വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐസ്ക്രീമുകൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എങ്കിൽ നടന്നില്ല. വൈകിട്ട് വീട്ടിൽ വന്നിട്ട് നേരത്തെ മേടിച്ച് വെച്ചിരുന്ന പൈനാപ്പിളിൻ്റെ ഈ ഒരു ഐസ്ക്രീം എടുത്തതാണ്. പക്ഷേ അതിൻ്റെ കോലം ഇപ്പോൾ ഇങ്ങനെയായി. അങ്ങനെ അതും കൂടെ ഞാനങ്ങ് കഴിച്ചു തീർത്തു. പക്ഷേ വിചാരിച്ചതുപോലെ ഈ ചലഞ്ച് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവസാനം ഈ ഒരു കോൺ ഐസ്ക്രീം കൂടെ കഴിച്ചിട്ട് ഞാൻ ഈ വീഡിയോ നിർത്തുവാണ്. വീഡിയോ എടുത്തതിലും എഡിറ്റ് ചെയ്തതിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെന്നോട് ക്ഷമിക്കണം. സപ്പോർട്ട് എന്ന നിലയിൽ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ.